ഇതിനൊക്കെ ഇടയിൽ മുങ്ങിപ്പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിനെതിരായ നടപടിയിൽ തീരുമാനമെടുക്കാൻ CPM ജില്ലാ നേതൃത്വം തിങ്കളാഴ്ച യോഗം ചേരും. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പിന് മുൻപ് പത്മകുമാറിനെതിരെ നടപടി ഉറപ്പാക്കാൻ ജില്ലയിലെ പ്രധാന നേതാവ് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. അതേസമയം പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്ന് പത്മകുമാർ ജില്ലാ നേതൃത്വത്തിന് വിശദീകരണം നൽകി. CK അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അഭിലാൽ. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊടുവിൽ ജോലിയിലേക്ക് പ്രവേശിച്ച അഭിലാലിന് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഏതായാലും ഈ എ പത്മകുമാർ ചെയ്ത കാര്യങ്ങൾ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്നതൊന്നുമല്ല എന്നും വളരെ ചെറിയ കാര്യങ്ങളാണെന്നും പറയുമ്പോഴും കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണല്ലോ പാർട്ടി. എന്തായിരിക്കും ഉണ്ടാവുക? ഗുഡ് മോർണിംഗ്. ബുധനാഴ്ച രജിസ്റ്റേർഡ് തപാലിൽ ലഭിച്ച കത്തിന് മറുപടിയായി നേരിട്ട് ഒരു ദൂതൻ മുഖേനയാണ് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുള്ളത്. പിത്തള എന്നത് മാറ്റി ചെമ്പ് എന്ന് ആക്കി എന്നത് മാത്രമാണ് തനിക്കെതിരെ SIT നൽകിയ റിപ്പോർട്ടിലെ അല്ലെങ്കിൽ SITയുടെ കണ്ടെത്തലുകളായി ഇതുവരെ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചെമ്പ് പാളികൾ തന്നെയാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. അത്തരത്തിൽ ബോർഡിന് മുന്നിലേക്ക് എത്തിയ ഒരു നോട്ടിൽ താൻ തിരുത്തൽ വരുത്തുക മാത്രമാണ് ചെയ്തത്. ബോർഡ് കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ്. തനിക്ക് വ്യക്തിപരമായി മാത്രമായ ഒരു പങ്ക് അതിനകത്തിൽ ഇല്ല. ചുരുക്കത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ തന്നെയും അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല പാർട്ടിക്ക് അപമതിപ്പുണ്ടാകുന്ന യാതൊരു പ്രവർത്തനവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കുറ്റപത്രത്തിൽ തനിക്കെതിരെ തെളിവുകൾ കൂടി വരുന്ന ആരോപണങ്ങൾ സാങ്കേതികമായെങ്കിലും പ്രതിയാകുകയുള്ളൂ എന്നാണ് പത്മകുമാർ വിശദീകരിക്കുന്നത്. ഏതായാലും കടുത്ത നടപടിക്ക് പാർട്ടി ഒരുങ്ങുകയാണ്. ചില നേതാക്കളൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ നടപടികൾ ഉണ്ടാവണമെന്നും നമ്മൾ കിലുക്കം സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ എന്നിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും വരുന്നുണ്ട്.